ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വെണ്ടയ്ക്ക തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടി സ്റ്റൗവിൽ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്ന ടൈമിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വറ്റൽമുളക് ഇതുപോലെ നടുകൊന്ന് കട്ട് ചെയ്ത് കാണാണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മൂപ്പായതിനു ശേഷം ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതും കൂടി ചേർത്തതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് ഒരു 3 പച്ചമുളക് ഇതുപോലെ നടുക് കട്ട് ചെയ്ത് കാണാണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സവാളൊക്കെ അത്യാവശ്യത്തിന് വഴണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 1 കപ്പ് വെണ്ടയ്ക്ക ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് വെണ്ടയ്ക്കും സവാളയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്കായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളകും പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ മസാലപ്പൊടികൾ ഇട്ട ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടത് കുറച്ച് പുളിയാണ്. അപ്പോൾ ഇതുപോലെ പുളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അതിൻ്റെ പുളിയുടെ വെള്ളം എടുത്ത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു വെണ്ടയ്ക്ക തോരനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.